അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വേൾഡ് ടെലിവിഷൻ ഡേയോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ക്ലബ് എഫ് എം ഒപ്പം നിക്ഷാൻ ഇലക്ട്രോണിക്സും കൂടെ ചേർന്നിട്ട് ഈ ഒരു ലക്കി ബിൽ കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്കി ബിൽ കോൺടെസ്റ്റിലൂടെ അങ്ങനെ വിന്നർ ആയിട്ടുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു കോൺടെസ്റ്റിനെ കുറിച്ചിട്ട് പറയാം. കോൺടെസ്റ്റ് വളരെ സിമ്പിളാണ്. അതായത് ടെലിവിഷൻ ഡേയോടനുബന്ധിച്ചിട്ടായതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ടിവിയുടെ ബില്ല് എടുത്ത് അയക്കുക, ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു മത്സരം. അപ്പോൾ അതിലൂടെ വിന്നറായിട്ടുള്ള ശ്രീ ചന്ദ്രൻ ഫ്രം തലശ്ശേരി. അപ്പോൾ ചന്ദ്രൻ ചേട്ടൻ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ബില്ല് 1986 അല്ലേ, ഒരു ഓഗസ്റ്റ് മാസത്തിലെ ഒരു 21-ാം തീയതി മേടിച്ച ടിവിയുടെ ബില്ലാണ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് നമ്മുടെ ഇന്നത്തെ വിന്നറായിട്ടുള്ള ചന്ദ്രൻ ചേട്ടനോടാണ്. ചേട്ടൻ വരും. ആൻഡ് ഈ ഒരു ലക്കി ബിൽ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 1986 മേടിച്ചിട്ടുള്ള ഒരു ടിവിന്റെ ബില്ലാണ് അയച്ചത് അല്ലേ? അത് എങ്ങനെ ബില്ലൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ടോ, ഇത്രയും പഴയ ബില്ല്? അത് അതിൻ്റെ സ്ഥിരം പതിവാണ്. എല്ലാ ബില്ലുകളും സൂക്ഷിച്ചു വെക്കും. ഏത് സാധനം വാങ്ങിയാലും, ഇപ്പം ടെലിഫോൺ എടുത്തു കഴിഞ്ഞാലും, വീട്ടിൽ എന്ത് ഇലക്ട്രിക് ഉപകരണങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ബില്ല് സൂക്ഷിക്കുക എൻ്റെ ഒരു പതിവാണ്. തലശ്ശേരിയിലെ കൊടുവള്ളിയിലേക്ക് എത്തിയ ആദ്യത്തെ ടിവിന്റെ ബില്ലാണ് ഈ ബില്ല്. അപ്പോൾ ഈ ബില്ലിലൂടെയാണ് നമ്മൾ ക്ലബ് എഫ് എം നിക്ഷാൻ ഇലക്ട്രോണിക്സും ചേർന്ന് നടത്തിയ ഈ ഒരു ലക്കി ബിൽ കോൺടെസ്റ്റിൽ വിന്നർ ആയിട്ടുള്ളത്. ആ ബില്ലാണ് ഈ ബില്ല്. ഡേറ്റ് ഒക്കെ എല്ലാവർക്കും നോക്കാട്ടോ, കൃത്യമായിട്ട് ഇതിലുണ്ട്. 21/8/1986. നമുക്ക് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ഇതിനു വേണ്ടി നമ്മുടെ സപ്പോർട്ടിംഗ് പില്ലർ എന്ന് പറയുന്നത് നിക്ഷാൻ ഇലക്ട്രോണിക്സ് ആണ്.